നിങ്ങൾക്ക് വരുന്ന തലവേദന മൈഗ്രെയിൻ ആണോ സൈനസൈറ്റിസ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ സാധിക്കുന്നത് നോക്കാം. മൈഗ്രെയിൻ തലവേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ വെയിൽ കൊള്ളുന്ന സമയത്തായിരിക്കും ഇത്രയും തലവേദനകൾ സ്റ്റാർട്ട് ചെയ്യാറ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഉറങ്ങാതിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഇതിന് ഒരുപാട് ട്രിഗറിങ് കാരണങ്ങളുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. പ്രധാനമായിട്ടും അതിശക്തമുള്ള വേദന 2-3 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഇതിനോടൊപ്പം ഓക്കാനം, ഛർദി അല്ലെങ്കിൽ വയറു സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ, വെളിച്ചത്തേക്ക് നോക്കാനുള്ള പ്രയാസം, ശബ്ദങ്ങൾ കേൾക്കുമ്പോഴുള്ള പ്രയാസം, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ഈ വേദന ഒന്ന് കുറയുക, ഇതൊക്കെയാണ് മൈഗ്രെയിൻ തലവേദനയുടെ പ്രത്യേകതകൾ. ഇപ്പോൾ സൈനസൈറ്റിസ് എങ്ങനെയാണ് മൈഗ്രെയിൻ തലവേദനയിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത് നോക്കാം. നമ്മുടെ കണ്ണിന്റെ പുരുകങ്ങളുടെ ഭാഗത്ത്, അതേപോലെ തന്നെ മൂക്കിന്റെ സൈഡിലൊക്കെ ആയിട്ട് സൈനസ് ഉണ്ട്. അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിൽ, നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിന് വളവ്, ഇത്തരം പ്രശ്നമുള്ള ആളുകളിൽ ഇത്തരം സൈനസുകളിൽ കഫം വന്ന് നിറഞ്ഞ് അവിടെ വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം തലയ്ക്ക് അനുഭവപ്പെടുന്ന കനം, പ്രത്യേകിച്ചും തല കുമ്പിടുകാനൊക്കെ നല്ല പ്രയാസം അനുഭവപ്പെടുക, കണ്ണ് തുറക്കാനുള്ള പ്രയാസം, ഇതൊക്കെയാണ് സൈനസിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. മൈഗ്രെയിനിൽ കാണുന്ന പോലെ ഓക്കാനോ ഛർദിയോ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇത്ര സൈനസ് ഉള്ള ആളുകളിൽ കാണപ്പെടാറില്ല. അപ്പൊ ഇത്തരം സിംറ്റംസ് വെച്ചിട്ടാണ് മൈഗ്രെയിൻ തലവേദനയും സൈനസൈറ്റിസും നമ്മൾ വ്യത്യസ്തമാക്കുന്നത്.